Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവിലെ ക്യാപ്സൂൾ എന്ന ഓപ്ഷനാണ്. അതിനായി ഇവിടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന കമാൻഡ് പാനലുള്ള ഈ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്യാപ്സ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതും ഓയിൽ ടാങ്ക് പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം വരച്ചു കൊടുക്കുക. വരച്ചിട്ട് നമുക്ക് കണ്ടാം ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് കണ്ടാം, ഹൈറ്റ് ഇവിടെ കൂടുന്നുണ്ട്. ഹൈറ്റ് വരച്ചു കൊടുക്കുക. നമ്മുടെ ഓയിൽ ടാങ്കിലാണെങ്കിൽ റേഡിയസ്, ഹൈറ്റ്, പിന്നെ ഈ ഒരു ക്യാപ്പ് ഹൈറ്റ് കൊണ്ടുള്ള സെപ്പറേറ്റ് വേറെ ഓപ്ഷൻ കൂടി ഉണ്ടാവും. അതായത് ഓയിൽ ടാങ്ക് വരയ്ക്കുകയാണെങ്കിൽ കണ്ട ഓയിൽ ടാങ്കിൽ കണ്ട ക്യാപ്പ് ഹൈറ്റ് കൊണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. പക്ഷെ ഓയിൽ ക്യാപ്സ്യൂൾ എന്നതിലാണെങ്കിൽ നമ്മളിപ്പോൾ വരച്ചത് ഈ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കൺ ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ട അതിൽ റേഡിയസ്, ഹൈറ്റ്, ക്യാപ്പ് ഹൈറ്റ് സെപ്പറേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കണ്ട റേഡിയസ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ ഹൈറ്റ് പറഞ്ഞാൽ രണ്ട് ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഓവറോൾ ഹൈറ്റ് ആണ്, അതായത് ഈ ടോപ്പിൽ നിന്ന് ഈ ബോട്ടം വരെയുള്ള ഹൈറ്റ് ആണ് 55 പോയിന്റ്. അത് സെന്റർ ടു സെന്റർ കൊടുക്കുമ്പോൾ ഈ ഒരു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ടോട്ടൽ ഹൈറ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. അതായത് സെന്റർ ടു സെന്റർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ കണ്ട അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഈ സെന്ററിലേക്കുള്ള ഹൈറ്റ് ആണ് 55 പോയിന്റ്. ഓവറോൾ ഹൈറ്റ് പറഞ്ഞാൽ ഈ രണ്ട് ക്യാപ്പ് ഹൈറ്റും കൂടിയിട്ട് വീണ്ടും ഇൻക്രീസ് ആവും. അപ്പൊ ഓവറോൾ ഹൈറ്റ് ആണ് നമുക്ക് ടോട്ടൽ 55 വേണമെങ്കിൽ ജസ്റ്റ് ഓവറോൾ ഹൈറ്റ് എടുക്കുക. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും 55 കിട്ടും. ഇനി സൈഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സൈഡ് ഇൻക്രീസ് ചെയ്യുക. അതായത് സൈഡ് സെഗ്മെന്റ്, അതായത് ഏറ്റവും മിനിമം 3 ആയിരിക്കും, ഏറ്റവും മാക്സിമം 200 ആയിരിക്കും. നമുക്ക് വിസിബിൾ ആവാത്തത് ഡീഫോൾട്ട് ഷെയ്ഡിംഗ് ആണ്. അതിൽ എഡ്ജ് ഫേസ് ഓൺ ആക്കാൻ ജസ്റ്റ് F4 അടിക്കുക. അപ്പൊ കണ്ട എഡ്ജ് ഫേസ് ഓൺ ആയി. ഇനി അതിൽ നമ്മൾ സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട സെഗ്മെന്റ് ആഡ് ആവുന്നതാണ്. ഈ ഹൈറ്റിലാണ് സെഗ്മെന്റ് ആഡ് ചെയ്യേണ്ടെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ആഡ് ആവുന്നതാണ്. ഹൈറ്റ് സെഗ്മെന്റ് കണ്ട ഈ ഫ്രണ്ട് വ്യൂവിലും നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുക. അതിനുശേഷം F4 അടിച്ചു കൊടുക്കുക. കണ്ട F3 അടിച്ചു കൊടുത്താൽ കറക്റ്റ് അടിച്ചത് എന്താ വയർ ഫ്രെയിമിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റ് ഉള്ളത്. ആ സ്മൂത്ത് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കി കൊടുത്താൽ ഇവിടെ വ്യത്യാസം വന്ന് കാണാം. ഈ എഡ്ജുകളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ എഡ്ജ് ഫേസിൽ ജസ്റ്റ് ഓഫ് ആക്കിയിട്ട് കൊടുത്താൽ കണ്ടാ ഈ ഫേസുകളൊക്കെ വിസിബിൾ ആയിട്ട് കാണും. സ്മൂത്ത് ആയിട്ട് കിട്ടണമെങ്കിൽ സ്മൂത്ത് ഓൺ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്ലൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. എത്രയാണോ ആംഗിൾ കണ്ടാ, ഒരു 72 ഡിഗ്രിയിലാണെങ്കിൽ 72 ഡിഗ്രി, 45 ഡിഗ്രിയിലാണെങ്കിൽ കണ്ട 45 ഡിഗ്രി. കണ്ട ഈ ആംഗിൾ കണ്ട ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അവിടെ നമ്മളിപ്പോൾ ഒരു 90 അടിച്ചെടുത്തു വിചാരിക്കാം. കണ്ട കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അപ്പോൾ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ കണ്ട ഇവിടെ ഒരു 30 ഡിഗ്രി അടിച്ചെടുത്ത് വിചാരിക്കാം, 30. അപ്പൊ നമുക്ക് കറക്റ്റ് 60 ഡിഗ്രി ഉള്ള ഒരു സെക്ടർ കിട്ടും. സെക്ടറിന് ടോപ്പ് വ്യൂവിൽ ഷേപ്പ് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതാണ് ക്യാപ്സ്യൂളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. Thank you for watching.